റീലിട്ടതിന് ശേഷം അതിൽ വന്ന ഏറ്റവും കൂടുതൽ കമന്റ്, ബ്രോ ഈ ID കാർഡ് ഒന്ന് മാറിപ്പോയി, സ്വന്തം ID കാർഡ് ഇട്ടുകൂടെ എന്നുള്ളത്. കാരണം ഞാൻ ആ റീലിട്ടപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് ID കാർഡിലേക്കാണ്. സംഭവം ഞാൻ ഇത്തയുടെ ID കാർഡാണ് എടുത്തിട്ടത്. മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ എനിക്ക് ID കാർഡ് കിട്ടിയിരുന്നില്ലല്ലോ. ഒരു ജോലിക്ക് കയറി അപ്പൊ തന്നെ ID കാർഡ് കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് ID കാർഡ് കിട്ടുന്നത്. ID കാർഡ് വാങ്ങാനായിട്ട് ഞാൻ തന്നെയാണ് പോയത്. ഞാൻ കുനിഞ്ഞിട്ട് പോലും അവർ ആ വ്ളോഗ് എടുക്കാനുള്ള മനസ്സ് കാണിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ID കാർഡ് എടുത്തിട്ടു. ID കാർഡ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒടുക്കത്തെ ഒരു കോൺഫിഡൻസ് ആയി. എന്ത് ചെയ്യാൻ, ഒരു ഡ്രീം മൊമെന്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ID കാർഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓഫീസിലേക്കാണല്ലോ വന്നത്. അപ്പൊ നേരം വൈകിട്ടാണ് ഞാൻ കയറിയത്. നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് ID കാർഡ് വാങ്ങാൻ പോയതാണ്. അങ്ങനെ നമ്മൾ സൈനൊക്കെ ഇട്ട് നമ്മുടെ സീറ്റിൽ വന്നിരുന്ന് നമ്മുടെ പണിയൊക്കെ തുടങ്ങണം. അപ്പൊ എനിക്ക് തലവേദന രാവിലെ തൊട്ടേ ഉള്ളത് കൊണ്ട് ഞാനൊരു നോർമൽ ഗ്ലാസ് എടുത്തു. ഇത് വെക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്നതൊക്കെ വെറുതെ വെക്കുന്നതാണ്. പക്ഷെ അല്ല, എനിക്കിത് വെക്കുമ്പോൾ കുറെ ഓക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു കണ്ണാടിയൊക്കെ വാങ്ങാൻ. അങ്ങനെ ഞാൻ എൻ്റെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത്, എൻ്റെ ടേബിളിൽ ഇല്ലാത്തിട്ട് ഒന്നുമില്ല, എല്ലാ സാധനങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാം പെറുക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു പ്രായം കൊടുത്താലും തലകറി കിടക്കാൻ പോട്ടെ. അപ്പൊ നീരോ പോയി നീ കുടിക്കാൻ ഞാൻ ജീറോടാ പ്രാങ്ക് ഇത്ര വലിയ സീനാവെന്ന് ഞാൻ വിചാരിച്ചില്ല. വലിയ സീനൊന്നായില്ല. അവൾ ചിരിച്ചിട്ടാണ് വന്നോണ്ടിരുന്നത്. തലകറങ്ങി വീണെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നത് ചിരിച്ചിട്ട് മയങ്ങിട്ടൊക്കെ വരുന്നത്. ഒരാൾ തലകറങ്ങി വീണാണെങ്കിൽ ഒരു കുറച്ചൊന്ന് സെന്റിമെന്റ്സ് എങ്കിലും ആവണ്ട. അതുപോലെ അവള് കാണിച്ചില്ല. ലാസ്റ്റ് ഒരു പപ്സ് വാങ്ങി കൊടുത്ത് ഒതുക്കിയേനെ. അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഡയറക്ടർ, ഇവര് ആക്ടേഴ്സ് ആണ്. ഞങ്ങൾ അങ്ങോട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ബാക്കി കേൾക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആ പ്രാങ്ക് ഒന്ന് കൊടുത്തത്. ഇനി ഞാൻ ശരിക്കും തലകറങ്ങി വീണ് കഴിഞ്ഞാൽ അവൾ വരില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു പപ്സ് വാങ്ങി അവൾ അങ്ങോട്ട് ഒതുക്കി. പിന്നെ നമുക്ക് ലഞ്ച് ടൈം ആയി. പെട്ടെന്ന് സമയം പോകുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ലഞ്ച് ടൈമിൽ ഇവിടെ ഇരുന്നാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി വരുമ്പോൾ തന്നെ അത്യാവശ്യം സമയം എടുക്കും. എനിക്ക് നല്ല വിശപ്പ്. ഒരു സദ്യക്കുള്ള ഫുഡ് ഉണ്ട്, കണ്ടില്ലേ, അടിപൊളി. ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. നല്ല കിടിലൻ ചോറ് കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കോല എങ്ങനെയായിരിക്കും, വന്നത് എങ്ങനെ പോണത് എങ്ങനെ, എന്ത് ചെയ്യാനാ. നിങ്ങളും ഉറങ്ങങ്ങട്. അങ്ങനെ ഉറക്കം വന്ന് പ്രാന്തായപ്പോ കുറച്ചു നേരം ഞാൻ പാട്ടൊക്കെ കേട്ട് ചില്ലി. അടുത്ത സമയം എന്ന് പറയുന്നതാണ് ടീ ടൈം ആയപ്പോ നമ്മൾ മേലേക്ക് പോയി. ഇതുപോലെ വ്ളോഗർമാരുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും സൂക്ഷിക്കണം. എവിടെ വേണമെങ്കിലും ക്യാമറ വരും. കക്കൂസ് ഇവര് ക്യാമറ വെക്കുന്ന ചെറുപ്പം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ ഗൈസ്.